ഹായ് ഓൾ, വെൽക്കം ടു എസ് എഫ് ആപ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, ഒരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ചിനോൺ സിൽക്ക് ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ഫാബ്രിക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിന് ഒത്തിരി എൻക്വയറി ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഭയങ്കര റിക്വസ്റ്റ്. നമുക്ക് ഫോട്ടോ അയച്ച് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് കളർ കിട്ടത്തില്ല. വീഡിയോ ആകുമ്പോൾ കറക്റ്റ് കളറും കിട്ടും, അതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഓരോന്നോരോന്നായിട്ട് കാണാം. ആൻഡ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ചിനോൺ സിൽക്കിൻ്റെ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പലരും മറന്നു പോകുന്നുണ്ട്. നമുക്ക് വ്യൂ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമോ, അല്ലെങ്കിൽ പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾ അറിയുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകാമുള്ളൂ, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡസ്റ്റി പീച്ച് ആണ് കേട്ടോ. നല്ലൊരു ഡസ്റ്റി പീച്ച് ടോൺ, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പീച്ച് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ ഒരു മൗ ടോണിൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടി ആ ഒരു പാറ്റേണിൽ വരുന്നൊരു ടൈപ്പാണ്. ഇതൊക്കെ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. നമ്മൾ ഏത് ഷെയ്ഡ് എടുത്താലും ഫുള്ള് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. നമുക്ക് ടോപ്പ് ആക്കാം, ബോട്ടം ചെയ്യാം, ദുപ്പട്ട ചെയ്യാൻ പറ്റും, അങ്ങനെ സാരി ആക്കാൻ പറ്റും, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ പോകുന്ന ഒരു കളറാണ് ഇത്, എനിക്കറിയാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റാണി പിങ്ക് ആണ്. ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിനോൺ സിൽക്കാണ്. നമുക്ക് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സാരി ആയിട്ടോ ടോപ്പായിട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ടോ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിലും എടുക്കാം. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. 220 പെർ മീറ്റർ. അടുത്തത് ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഡിഫറൻ്റ് ആയി പോവുക. അപ്പോൾ അതുകൊണ്ട് അന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടെ വെച്ചെടുത്തപ്പോഴും ഇതിൻ്റെ ഷെയ്ഡിന് ചെറിയ ഡിഫറൻസ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ്. കുറച്ചുകൂടി ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഫാബ്രിക്സിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ അല്ല, ഒരു പീക്കോ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാണ്. 220 പെർ മീറ്റർ. അടുത്തത് നല്ലൊരു മിൽക്കി വൈറ്റ് ടോൺ ആണ് കേട്ടോ. എക്സാക്ട്ലി ഒരു മിൽക്കി വൈറ്റ് ടോൺ. ചിനോൺ സിൽക്ക് ആണ് ഫാബ്രിക്. 220 ആണ് പെർ മീറ്റർ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലാവൻഡർ ആണ് കേട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. ഒരു ഭയങ്കര ബ്രൈറ്റ് അല്ല, ഒരു ഡസ്റ്റിയോ അല്ല, അങ്ങനത്തെ ഒരു മീഡിയം ഒരു ലാവൻഡർ ഷെയ്ഡാണ് അടുത്തത്. നെക്സ്റ്റ് ഒരു പിങ്ക് ആണ് കേട്ടോ. ഒരു പിങ്ക് ടോൺ, ഡസ്റ്റി പിങ്ക്. ഇങ്ങനെ വരുന്നു. ലാവൻഡറും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ലാവൻഡർ. അടുത്ത ഷെയ്ഡ് ഒരു പൗഡർ ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂ. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് പൗഡർ ബ്ലൂ. അടുത്ത അടി ഉണ്ടാകാൻ പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഓറഞ്ച് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് അല്ല, ഒരു ടൈപ്പ് നല്ലൊരു ഭംഗിയുള്ള ഓറഞ്ച് ആണ്. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. അടുത്തതും ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് വൈൻ ഷെയ്ഡ്. നമുക്ക് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു ആദ്യം എടുത്തത്. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഡാർക്ക് വൈൻ ഷെയ്ഡ്. ഇതൊക്കെ വെറുതെ ഒരു പ്ലെയിൻ ടോപ്പ് അടിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ യോക്ക് കൊടുത്തിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏത് പാറ്റേണിലും ചെയ്യാം. സാരി ചെയ്യാം, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരികൾ നമ്മൾ മേക്ക് ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. എല്ലാവർക്കും ചേരുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് അടുത്ത ഷെയ്ഡ്. അടുത്തൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ. എല്ലാ ടോണും ഭയങ്കര രസമുള്ള ടോണുകളാണ്. ഇങ്ങനെ വരുന്നു അടുത്തത്. അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഷെയ്ഡാണ് ചോക്ലേറ്റ്.
ഷെയ്ഡ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4ാമത്തെ ബണ്ടിലാണ് ഇപ്പം നമ്മളിത് ചെയ്തേ പിന്നെ വരുന്നത്. അത്രയും എൻക്വയറി ഉണ്ടായിരുന്നു, കാരണം ഭയങ്കര ഭംഗിയുള്ള ഒരു റെയർ ഷെയ്ഡാണ്. കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കോഫി അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വരുന്നു. അടുത്ത ഷെയ്ഡ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 220 per meter. അടുത്തത് ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക്. ഇത് ഒത്തിരി പേര് ചോദിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫാബ്രിക്കാണ്, നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു റാണി ഷെയ്ഡും ഈ ഒരു പീക്കോക്ക് ഗ്രീനും പീക്കോക്ക് ബ്ലൂവും കൂടെ ഇങ്ങനെ വരുന്ന ഒരു ഫാബ്രിക്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. 48 ആണ് കേട്ടോ എൻ്റെ വിത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 മീറ്ററിലൊക്കെ നമുക്കൊരു യോക്ക് കൊടുത്തിട്ടാണെങ്കിലും സ്റ്റിച്ച് 48, 49 ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ 46 ലെങ്ത് ഒക്കെ മതിയാവുന്നവർക്ക് 1.25 മീറ്റർ ഒക്കെ മതിയാവും. അല്ലാത്തവർ, ഞാനിത് എഴുന്നേറ്റ് ഒന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നു ഫാബ്രിക്. അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ. നല്ലൊരു റാണി പിങ്ക് ആണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വെള്ളം റാണി പിങ്ക് മുകളിൽ വരുന്ന രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. താഴത്തേക്കൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഡോള സിൽക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 485. ആൻഡ് ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ. ഷെയ്ഡ് ഇത് റാണി പിങ്കും പീകോക്ക് ബ്ലൂ ആണ്. ഇത് വരുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു റാണി ഷെയ്ഡ് തന്നെ, കുറച്ചുകൂടി ഒരു റെഡ് മിക്സ് ആയിട്ടുള്ള റാണി, പിന്നെ ഒരു മസ്റ്റാർഡ്, ബോട്ടിൽ ഗ്രീൻ, ഒരു പീകോക്ക് ഗ്രീൻ, അങ്ങനെ ഒരു കളറിലാണ് പോകുന്നത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇത് കണ്ടോ, ഇതും ആ സെയിം വിട്ടാണ്. 48, 49 ആണ് വിട്ട് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വിത്ത് വൈസ് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. റണ്ണിങ് വൈസ് അല്ല, വിത്ത് വൈസ് തന്നെ എടുക്കണം. ഒരു 2 മീറ്റർ 2.25 മീറ്റർ ഒക്കെ മതിയാവും. പിന്നെ നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വരുന്നു അടുത്ത ഫാബ്രിക്. 485 ആണ് പെർ മീറ്റർ. പ്യൂർ ഡോള സിൽക്കിലാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് MC റോഡാണ് കേട്ടോ. മൂവാറ്റുപുഴ MC റോഡാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകാമുള്ളൂ. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് മിസ്സാക്കാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.